സന്നിധി തന്നിൽ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നീതിയുള്ള ന്യായാധിപൻ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു: ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീതിമാനാകുന്നു. ദൈവം നീതിമാനാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നീതിയാണ്. ദൈവം നീതിമാനാണ്. നീതി അല്ലാത്ത ഒന്നും ദൈവം ഭൂമിയിൽ ചിന്തിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നു, എൻ്റെ ദൈവം നീതിമാനാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നാളുകളായിട്ടുള്ള രോഗം, എൻ്റെ പ്രതിസന്ധികൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. സ്നേഹമുള്ള ഒരു ദൈവത്തിന് എങ്ങനെയാണ് സൃഷ്ടികളുടെ മേൽ കഠിനമായ ശിക്ഷകൾ വരുത്തുവാൻ സാധിക്കുന്നത്? ഞാനൊരു കാര്യം ദൈവമക്കളെ പറയട്ടെ. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, നീതിമാനാണ്. അവനിൽ അല്പം പോലും ഇരുട്ടില്ല. ദൈവം വെളിച്ചമാകുന്നു. ഇരുട്ട് തിന്മയാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ വെളിച്ചത്തിന് ഇരുട്ടിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല. കുറെ കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, വെളിച്ചത്തിന് തിന്മയുടെ പ്രവർത്തനം ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നാം ഒരു കാര്യം രാവിലെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധികളെല്ലാം നീതിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനെ നീതിമാനായതുകൊണ്ട് പാപത്തിൽ നിപതിച്ചു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവ ഇഷ്ടത്തിനനുസൃതമായി ജീവിച്ചു, നീതിയുള്ള പ്രവർത്തനം ചെയ്ത് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകൾ ഈ രാവിലെ നാം മനസ്സിലാക്കണം. ദൈവം നീതിമാനാണ്. അവൻ്റെ വിധികൾ ന്യായമായ വിധികളാണ്, നീതിയുള്ള വിധികളാണ്. ശത്രുക്കൾ പോലും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ശിരസ്കനായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയും: ദൈവമേ, നീ നീതിമാനാണ്. അതുകൊണ്ടാണ് നാം സൊദോം ഗൊമോറയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. സൊദോമിലെ ജനങ്ങളുടെ പാപത്തിൻ്റെ ആ നിലവിളി അല്ലെങ്കിൽ പരിഹാസം ദൈവത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ, സൊദോമിലെ ജനങ്ങളുടെ നിലവിളി എൻ്റെ മുമ്പിൽ എത്തിയതുപോലെ ആണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ദൈവം ദൂതന്മാരെ പോലും സൊദോമിലേക്ക് അയച്ചത്. എന്ന് പറഞ്ഞാൽ തൻ്റെ വിധികൾ നീതിയുക്തമാക്കണം, അതിനെ നീതിയുള്ളതാക്കി തീർക്കണം, കുറ്റമറ്റതാക്കി തീർക്കണം. ആ കാര്യത്തിൽ നിഷ്കർഷയുള്ള ദൈവം എന്തെങ്കിലും കേട്ടതിൻ്റെയോ കണ്ടതിൻ്റെയോ വെളിച്ചത്തിലല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ വ്യക്തമായ ഒരു അറിവോടുകൂടിയാണ് ദൈവം സൊദോമിലേക്ക് ചെന്ന് പിന്നീട് സൊദോമിനെ ന്യായം വിധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിനവെ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മനസ്സാന്തരം നടന്ന ഒരു രാജ്യമായിട്ടാണ് നാം നിനവയെ കാണുന്നതും. അതും യോന എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരൊറ്റ പ്രസംഗത്തിൽ 120,000 ചില്ലുവാനും ജനങ്ങൾ മനസ്സാന്തരപ്പെട്ടു. ആ മനസ്സാന്തരത്തിന് കാരണം തന്നെ നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ടു മനസ്സാന്തരപ്പെട്ടു എന്ന് അവരുടെ പ്രവൃത്തികളാൽ ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ച ആ ന്യായവിധിയിൽ ദൈവം പിന്മാറിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇതെല്ലാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ദൈവം നീതിയുള്ള ദൈവമാണ്. അവൻ്റെ വിധികൾ ന്യായമാണ്, നീതിയുള്ളതാണ് എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. കാലാകാലങ്ങളായി ഞാൻ വിശ്വസ്തയോടെ ദൈവത്തെ
ആരാധിച്ച് ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടും ദൈവത്തിൻ്റെ വേല എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ ചെയ്തിട്ടും വേണ്ടത്ര നീതി എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ദൈവം കാണാതെ പോയല്ലോ എന്ന ചിന്ത നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ രാവിലെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം നീതിമാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പക്കൽ നീതി നമുക്കൊരല്പം വൈകിയാലും നീതി അല്ലാതാകുകയില്ല. നീതിമാൻ തക്ക സമയത്ത് അത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പരമയാഗമായി മാറി. ആ കർത്താവ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ശിരസാ വഹിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചു നീതിയുള്ള ഒരു ജീവിതം നയിച്ചു, നീതിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ നീതിമാനായ ദൈവം ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി, ഉന്നതമായ നിലയിൽ ഉയർത്തിയെന്ന് കാണുന്നു. ഈ രാവിലെ നമുക്കിത് നൽകുന്ന സന്ദേശം, നമ്മുടെ ദൈവം നീതിമാനാണ്. ആ ദൈവം തൻ്റെ പക്കൽ നമ്മുടെ നീതി ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല, നമുക്ക് നീതി ലഭിക്കും എന്നുള്ളത് കൊണ്ട് അവനിൽ നമുക്ക് ആശ്രയിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുന്ന് നീതിമാനാണ്, അവിടുത്തെ വിധികൾ സത്യമാണ്, നീതിയുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവത്തെ അനുസരിക്കാത്ത ദുഷ്ടന്മാരുടെ മേൽ നീതിമാനായ ദൈവം നീതിയോടെ ന്യായവിധി നടത്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ നീതി അവിടുത്തെ പക്കൽ ആണ് എന്ന് ചിന്തിച്ച് അങ്ങേ ഭയപ്പെട്ട് അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനം കേട്ട എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഞങ്ങളെ ഇതിലൂടെ ശ്രവിച്ച എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുഖമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.